ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് kth ലാർജസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പല വേരിയേഷൻസിലും വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം kth ലാർജസ്റ്റ് സാധാരണ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യൽ ചിലപ്പം സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തേർഡ് ലാർജസ്റ്റ് എലമെന്റ് kണ്ടുപിടിക്കുക, പിന്നെ അതിങ്ങനെ kth ലാർജസ്റ്റ് എലമെന്റ്. ഓക്കെ, അപ്പം ഇത് വേണമെങ്കിൽ kth ലാർജസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആക്കാം. അതുപോലെ തന്നെ kth സ്മോളസ്റ്റ് എലമെന്റ്, ഇതിനൊക്കെ സെയിം ലോജിക്കാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ എല്ലാ കാറ്റഗറിയും കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലായിരുന്നു. അപ്പം അവർ ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു അരേ തന്നിട്ടുണ്ട്, ആ അരയിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ഞാനൊരു സൊല്യൂഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻ ചെയ്ത് ഗുഡ് എന്ന് പറഞ്ഞു. പിന്നെ അവരപ്പോൾ നെക്സ്റ്റ് ഓക്കെ അടുത്തത് ഞാൻ പറയുകയാണ് ഫോർത്ത് ലാർജസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ ഇപ്പോൾ എഴുതിയ ആൽഗോരിതം എങ്ങനെ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന രീതി ആലോചിക്കും. പിന്നെ അപ്പോൾ അയാൾ പറയാം, അപ്പോൾ അടുത്ത് 6th ആണ് ഞാൻ തരുന്നത്, അല്ലെങ്കിൽ 16th ആണ് ഞാൻ തരുന്നത്, എന്ത് ചെയ്യും? അങ്ങനെയാണ് ലാസ്റ്റ് kth ലാർജസ്റ്റ് എലമെന്റ് എന്നുള്ളിടത്തേക്ക് എത്താം. അപ്പോൾ ആ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒട്ടുമിക്ക ബിഗ് കമ്പനീസിലും ക്വസ്റ്റ്യൻ ഒരു ഈസി ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് മീഡിയം ലെവലിലേക്ക്, പിന്നെ അവിടുന്ന് ഹാർഡ് ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു പ്രോഗ്രഷൻ കൂടി ഇവിടെ കാണിച്ചു തരാം, എങ്ങനെയാണ് പല ടൈപ്പ് ഓഫ് ടൈം കോംപ്ലക്സിറ്റിയിൽ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അരേ തന്നിട്ടുണ്ട്, ആ അരയിലെ kth ലാർജസ്റ്റ്, അത് ചിലപ്പോൾ k = 2 തന്നാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിരിക്കണം, k = 4 എന്ന് ഇവിടെ തന്നു കഴിഞ്ഞാൽ ഫോർത്ത് ലാർജസ്റ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, kth ലാർജസ്റ്റ് ഇൻ സോർട്ടഡ് ഓർഡർ എന്നാണ്. അതായത് ടെക്നിക്കലി നമ്പറിനല്ല, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കുക 1, 2, 2, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഏതാ വെച്ചാൽ ഇതാണ്, 2 ആണ്. ഇതിൽ തേർഡ് ലാർജസ്റ്റ് ഏതാ? തേർഡ് ലാർജസ്റ്റ് ചോദിച്ചാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൽ ഡ്യൂപ്ലിക്കേറ്റഡ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സോർട്ടഡിൽ ഏതാണോ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷൻ, ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റൊക്കെ നോക്കുമ്പോൾ ഉള്ളത് അതാണ് ആൻസർ. ഓക്കെ, അപ്പം അത്ര ഉള്ളൂ ഇതിൽ ഇമ്പോർട്ടൻസ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും ആ നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പം ഇങ്ങനെ 1, 2, 2, 2, 2, 3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ് ഗ്രേറ്റസ്റ്റ്, ഇതാണ് ഫോർത്ത് ഗ്രേറ്റസ്റ്റ്, ഇതാണ് ഫിഫ്ത്ത്, ഇതാണ് സിക്സ്ത്ത്, ഇതാണ് സെവൻത്ത്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം തേർഡ് ഗ്രേറ്റസ്റ്റ് ആകുമ്പോൾ 1ലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും 3, 2 പിന്നെ 1 അടുത്ത വലുതെന്ന് ആലോചിക്കും. പക്ഷെ അതല്ല, ഈ സോർട്ടഡ് ഓർഡറിലെ നമ്പറാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ആദ്യം തന്ന ക്വസ്റ്റ്യൻ ഇപ്പം പറയുകയാണ് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറെ കണ്ടുപിടിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം? നമുക്കിപ്പോൾ ഒരു അരേ, നമുക്കിപ്പം ഈ സെയിം അരേ തന്നെ എടുക്കാം. ഓക്കെ, 3, 2, 1, 5, 6, 4 എന്നുള്ളൊരു അരേ എടുക്കാം. ഇതിലിപ്പോൾ സെക്കൻഡ് കണ്ടുപിടിക്കണ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സോർട്ട് ചെയ്യാം അല്ലേ? ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ 1, 2, 3, 4, 5, 6 എന്ന് കിട്ടും. ഓക്കെ, 5, 6 എന്ന് കിട്ടിയിട്ട് നമുക്ക് ഇതിൽ സെക്കൻഡ്, അതായത് ബാക്ക് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് സെക്കൻഡ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് കൊടുക്കാം അല്ലേ? സെയിം സാധനം, ഇപ്പോൾ തേർഡോ ഫോർത്തോ അല്ലെങ്കിൽ kth ഏത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് n-k എന്നുള്ളൊരു ഇൻഡെക്സിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും അല്ലേ? റിട്ടേൺ അപ്പം ആരേൻ്റെ പേര് നം എന്നാണെങ്കിൽ നം ഓഫ് ഇതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, ഇതാണ് ഒരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ. ഇതൊരു കറക്റ്റ് സൊല്യൂഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ? നമുക്കിവിടെ സോർട്ടിങ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോർട്ട് ചെയ്യണമെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്താ? സോർട്ടിങ്ങിന് ഓഫ് n log n അല്ലേ? ഓഫ് n log n ടൈം കോംപ്ലക്സിറ്റി എടുക്കും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു സൊല്യൂഷനും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ. ബ്രൂട്ട് ഫോഴ്സ് എന്താണ്? ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്താണ്? സോർട്ട് ചെയ്യുക, എന്നിട്ട് n-k ഇൻഡെക്സിലുള്ള സാധനത്തിന് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ആൻസർ കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ല. ആകുള്ളത് n log n ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വെരി ഗുഡ് സൊല്യൂഷൻ. അപ്പം ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നീ ഇമ്പ്രൂവ് ചെയ്യും? n log n ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു n-ൻ്റെ ഒരു ഇതെടുക്കാം. നമുക്കിപ്പോൾ ഒരു കമ്പാരിസൺ ആണ്. അപ്പം ഈ നമ്പർ എല്ലാവരും ഓർക്കുക. നമ്മൾ പറയാം, നമ്മളെ അരയിൽ ഒരു 1000 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം കോംപ്ലക്സിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് ബേസ് ടു 10 എടുത്തു കഴിഞ്ഞാൽ 1000 log 1000. ഓക്കെ, അപ്പം ഇത് ബേസ് ടു 10 കൊടുത്താൽ 3 ആൻസർ കിട്ടും. ഇവിടെ 1000. ഓക്കെ, മൊത്തം 3000. ഓക്കെ, ജസ്റ്റ് ലെറ്റ്സ് സേ ഇത് 1000 എന്ന് പറഞ്ഞാൽ ഓരോന്ന് വർക്ക് ചെയ്യണമെങ്കിൽ 1 സെക്കൻഡ് എടുക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ 3000 സെക്കൻഡ് എടുക്കും. ഈ ഒരു ലോജിക്കിൽ പോവുകയാണെങ്കിൽ 1000 എലമെൻറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3000 സെക്കൻഡ് എടുക്കും എന്ന് വിചാരിക്കും. നൗ നമുക്ക് സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ അടുത്ത് ചോദിക്കുന്നത്, ഓക്കെ, ഇത് ഇമ്പ്രൂവ് ചെയ്യും, ഇത് n log n ഭയങ്കര അത്ര നല്ലതല്ല, ഇതൊരു ഇമ്പ്രൂവ് ചെയ്തിട്ടൊരു ആൽഗോരിതം കൊണ്ടുപോകാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്ഡ് ആൽഗോരിതം എന്താണ്? അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ എന്തായാലും നമ്മുടെ എഴുതി വെക്കാം. നമ്മളെ ഇൻപുട്ടുകാർ
ഇത് നമുക്ക് ഇനി സോൾവ് ചെയ്യാൻ ഉള്ളൊരു വേറെ മെത്തേഡ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഹീപ്പ്. ഓക്കെ, ഹീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹീപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അഗെയിൻ ഹീപ്പിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെയിം ലോജിക്കാണ് ഇപ്പം സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കീവേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗൂഗിൾ ട്രെൻഡ്സിൽ സെർച്ച് ചെയ്യണം, കുറേ ആൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന സെയിം ലോജിക്കാണ്. അപ്പം ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഹീപ്പ് പറഞ്ഞാൽ എന്താ? ഞാൻ പെട്ടെന്ന് ഒരു ഹീപ്പ് പറഞ്ഞ സാധനം എന്താ? ഹീപ്പ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹീപ്പ് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? മിൻ ഹീപ്പും മാക്സ് ഹീപ്പും. ഓക്കെ, ഞാൻ പെട്ടെന്നൊരു ക്യൂബ് തിയറി തരാം. മാക്സ് ഹീപ്പ്, മിൻ ഹീപ്പ് പറഞ്ഞാൽ എന്താ? ഒരു ട്രീ ആയിക്കാരം. ഹീപ്പ് ഒരു ട്രീ ഡാറ്റ സ്ട്രക്ചറിലാണ്, അല്ലെങ്കിൽ ട്രീൻ്റെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. മിൻ ഹീപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇപ്പം ട്രീ ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിക്കാരം. ഓക്കെ, ജസ്റ്റ് ഇത് റാൻഡംലി കുറച്ച് വരച്ചു തരാം. ഓക്കെ, 5. ഓക്കെ, ഇതാണ് മാക്സ് ഹീപ്പ്. ഇനി മിൻ ഹീപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻ ഹീപ്പ് ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇതാണ് മാക്സ് ഹീപ്പ്. സോറി, ഇത് മാക്സ് ഹീപ്പ്, ഇതാണ് മിൻ ഹീപ്പ്. ഓക്കെ, എന്താ ഡിഫറൻസ് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മാക്സ് ഹീപ്പിൽ ഏറ്റവും മേലത്തെ വാല്യൂ ആ വാല്യൂവിനേക്കാളും ചെറുതേക്കാരം അതിൻ്റെ താഴെയുള്ള എല്ലാ ചിൽഡ്രനും. ഓക്കെ, 5നേക്കാളും ചെറുതേക്കാരം ഇതിൻ്റെ താഴെയുള്ള എല്ലാവരും. 3, 4, 2, 1, 0, 3, 2. അപ്പോൾ എല്ലാം ഇവിടെ ഇപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 3നേക്കാളും ചെറിയ വാല്യൂസ് ആയിക്കാരം അതിൻ്റെ എല്ലാ ചിൽഡ്രൻസ്. ഓക്കെ, 2, 1, 0. അതുപോലെ ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ 2നേക്കാളും ചെറിയ വാല്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പം ബേസിക്കലി മാക്സ് ഹീപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻ്റ് എപ്പോഴും അതിൻ്റെ ചിൽഡ്രനേക്കാളും വലിയ നമ്പർ ആയിക്കാരം ഓൾവേസ്. ഓക്കെ, പാരൻ്റ് ഈസ് ഓൾവേസ് ബിഗ്. ഏതൊരു റൂട്ട് നോഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പാരൻ്റ് അതിനേക്കാളും വലുതേക്കണം. മിൻ ഹീപ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, പാരൻറ്റിനേക്കാളും വലുതേക്കാരം അതിൻ്റെ എല്ലാ ചിൽഡ്രൻ. ഇപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1നേക്കാളും വലിയ നമ്പേഴ്സ് മാത്രമേ ഇതിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈക്വലും ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇവിടെ 1 വീണ്ടും ഒരു 1 വരികയാണെന്നുണ്ടെങ്കിൽ ആ 1 ഇവിടെ ഉണ്ടാവും, പക്ഷേ അതിനേക്കാളും ചെറുതാണ്. 0 ഉണ്ടാവില്ല അതിൻ്റെ താഴെ. ഓക്കെ, 0 വരികയാണെങ്കിൽ അതിനെ മേലെ പോകും. ഓക്കെ, അപ്പം അതാണ് മിൻ ഹീപ്പ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2നേക്കാളും വലിയ നമ്പേഴ്സ് മാത്രമേ താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ, 3 എടുത്തു കഴിഞ്ഞാൽ 3നേക്കാളും വലിയ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 6 ആണ്. ഇതിൻ്റെ താഴെ ഇനി വരാൻ ചാൻസ് ഉള്ള ചിൽഡ്രൻ ഒക്കെ 6നേക്കാളും വലിയ നമ്പേഴ്സിൽ 6 ഈക്വൽ. ഓക്കെ, അപ്പോൾ മേ ബി 6 വരാം, പിന്നെ 7 വരാം, അല്ലെങ്കിൽ 9 വരാം, എന്തും വരാം. ഓക്കെ, ബട്ട് ഒരിക്കലും അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് വരില്ല. ഓക്കെ, നൗ നിങ്ങൾക്ക് മാക്സ് ഹീപ്പ് എന്താണെന്നും മിൻ ഹീപ്പ് എന്താണെന്നും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ക്വിക്ക് തിയറി ക്ലാസ് ആയിരുന്നു. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം അപ്പോൾ ഒരു മാക്സ് ഹീപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സൊല്യൂഷൻ നമ്മൾ ഒരു മാക്സ് ഹീപ്പിലേക്ക് പോവാം. മാക്സ് ഹീപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മാക്സ് ഹീപ്പിൻ്റെ പാരൻ്റ് എപ്പോഴും വലുതേക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇറ്ററേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ 3ലാണെന്നുള്ളത്. അപ്പോൾ 3 നമ്മളെ ഹീപ്പ് ആദ്യം എംപ്റ്റി ആണ്. അപ്പോൾ നമ്മൾ 3നെ ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, 3നെ ആഡ് ചെയ്തു. അടുത്തത് 2 3നേക്കാളും വലുതാണോ? അല്ല, ചെറുതാണ്. മാക്സ് ഹീപ്പിൽ പാരൻ്റ് എപ്പോഴും വലുതാണ്. അപ്പോൾ 2 ഇവിടെ താഴെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത 1ലെത്തി. അഗെയിൻ 3നേക്കാളും ചെറുതാണ്. 1 ഇവിടെ വന്നു. ഓക്കെ, പിന്നെ 5 3നേക്കാളും വലുതാണ്. അപ്പം 5 3ൻ്റെ പാരൻ്റായി. ഓക്കെ, അടുത്തത് 6 ഒബ്വിയസ്ലി 5നേക്കാളും വലുതാണ്. ഇപ്പം ഇതാണല്ലോ റൂട്ട് നോഡ്. അപ്പം 5ൻ്റെ പാരൻറ്റ് 6 ആയി. ഓക്കെ, അടുത്ത 4 6നേക്കാളും ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ചൈൽഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു ഹീപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. 5 4 പിന്നെ 3 ഇവിടെ 2 ഇവിടെ 1. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഈ വിഷ്വലൈസേഷൻ ഡസൻ മാറ്റർ. എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് വെച്ചു. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കെ എത്രയാണ് തന്നുള്ളത്? കെ നമുക്ക് മേ ബി 4 എന്ന് എടുക്കാം. ഓക്കെ, 4th ലാർജസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിൽ 4th ലാർജസ്റ്റ് ഏതാണ്? 3 ആണ് ആൻസർ അല്ലേ? ഫസ്റ്റത്തെ 6 പിന്നെ 5 പിന്നെ 4 പിന്നെ 3. അപ്പോൾ 3 ആണ് നമ്മളെ ആൻസർ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കെ = 4 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹീപ്പിൽ നിന്ന് പോപ്പ് ചെയ്യാം. നമുക്കറിയാം പോപ്പിംഗ് ഓപ്പറേഷൻ എന്താ? ഹീപ്പിൽ എപ്പോഴും ടോപ്പ് എലമെൻറ്റിനെ മാത്രമാണ് എപ്പോഴും ഡിലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് എലമെൻറ്റ്, അപ്പോൾ നമ്മൾ ആദ്യം കെ = 4. അപ്പോൾ 4 തവണ പോപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തവണ ഞാൻ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 6നെ എടുത്ത് കളയും. ഓക്കെ, 6 പോയി. 6 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പ് ആരാ? 5 ആണ്. അപ്പം 5 ഇവിടെ മേലോട്ടേക്ക് കയറി വരും. ഓക്കെ, 5 ഇവിടെ മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എംപ്റ്റി ആയി. ഇവിടെ എംപ്റ്റി കഴിഞ്ഞാൽ 3 ഇവിടെ മേലേക്ക് കയറി വരും. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും? 5 ഇവിടെ 3 ഇവിടെ 4 ഇവിടെ 2 ഇവിടെ 1. ഓക്കെ, പിന്നെ അടുത്തത് ഒന്നും കൂടി നമ്മൾ പോപ്പ് ചെയ്യും. രണ്ടാമത്തത് ടോപ്പിൽ ആരാ ഉള്ളത്? 5. ഓക്കെ, 5നെ എടുത്ത് കളഞ്ഞു. അഗെയിൻ അടുത്ത ടോപ്പ് എലമെൻ്റ് ആരാ? ഇവിടെ 4 വരും. ഓക്കെ, 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 ഏക്കാരം മേലോട്ട് വരും. കാരണം 2 ആണ് 1നേക്കാളും വലുത്. ഓക്കെ, ഇപ്പം ഇത് കാണാൻ 4 3 2 പിന്നെ 1 എന്നുള്ളൊരു ഇതിലിവിടെ ഉണ്ട്. ഓക്കെ, ഇത് എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ഇപ്പോൾ ഇവിടെ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇതൊരു വിഷ്വലൈസേഷൻ പർപ്പസിന് വേണ്ടി മാത്രമേ ഞാൻ കാണിക്കുന്നത്. ശരിക്കും ഹീപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു അരയിൽ സ്ട്രക്ചർ ആവുക എന്നുള്ളൂ, ഓർഡർ ആവുന്നതേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇനി മൂന്നാമത്തത് പോപ്പ് ചെയ്യാണ്. മൂന്നാമത്തെ പോപ്പ് ചെയ്താൽ 4 പുറത്തേക്ക് പോയി അല്ലേ. മൂന്നാമത്തെ പോപ്പ് ചെയ്താൽ 4 പുറത്തേക്ക് കഴിഞ്ഞാൽ 3 മേലോട്ട് വരും അല്ലേ. 3 മേലോട്ട് വന്ന് പിന്നെ ആരാ ഉള്ളത്? 2 ഉണ്ട്, പിന്നെ 1 ബാക്കിയുണ്ട്. ഓക്കെ, കറക്റ്റ്. ഇനി നാലാമത്തെ നമ്മൾ പോപ്പ് ചെയ്യാണ്. നാലാമത്തെ പോപ്പ് ചെയ്യുമ്പോൾ ആരാ വരാൻ പോകുന്നത്? ഈ 3 വരാൻ പോകുന്നു. ഓക്കെ, നാലാമത്തെ പോപ്പ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. ലാസ്റ്റ് പോപ്പ് ചെയ്ത വാല്യൂ ആരാ? 3. നമ്മളെ ആൻസർ 3 അല്ലേ. ഇതാണ് ഫോർത്ത് ലാർജസ്റ്റ് എലമെൻറ്റ്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ അൽഗോരിതം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു 5. ഇതിലിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റഡ് എലമെൻറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി നന്നായിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ സെയിം. അപ്പം നമുക്ക് വീണ്ടും നമുക്കൊരു മാക്സ് ഹീപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എലമെൻറ്റ് 3 ആണ്, 3 വന്നു. രണ്ടാമത്തെ 2 ഇതിനേക്കാളും ചെറുതാണ്. അപ്പം എന്തായത് വീണ്ടും അടുത്ത എലമെൻറ്റ് ഇത് കഴിഞ്ഞു, അടുത്ത 3 വീണ്ടും സെയിം ലെവലാണ്. അപ്പം 3നെ അവിടെ ആയത് 1 വന്ന്, 1 2നേക്കാളും ചെറുതാണ്, ഇവിടെ ആഡ് ചെയ്തു. വീണ്ടും 2 വന്നു, 2 ഈ 2നേക്കാളും ചെറുതല്ല ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. 4 വന്ന്, 4 നമ്മൾ റൂട്ട് 3നേക്കാളും വലുതായതുകൊണ്ട് 4 ആണ് അടുത്ത പുതിയ റൂട്ട് നോഡ്. ഓക്കെ, വീണ്ടും 5 വന്നു, 5 അഗെയിൻ 4നേക്കാളും വലുതാണ്, അപ്പം പുതിയ റൂട്ട് നോഡായി. ഓക്കെ, വീണ്ടും 5 വന്നു, 5 വന്നുകൊണ്ട് അത് വീണ്ടും അടുത്ത ചൈൽഡ്, അല്ലെങ്കിൽ സെയിം വാല്യൂ. പിന്നെ 6 വന്നു, ഒബ്വിയസ്ലി 6 അടുത്ത പാരൻ്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഹീപ്പ്. ഓക്കെ, k = 4 എന്നാ പറഞ്ഞാൽ നമുക്ക് 4 തവണ ഇതിനെ പോപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ നാലാമത്തെ തവണ പോപ്പ് ചെയ്യുന്ന ആളേക്കാരം നമ്മൾ ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ തവണ നമ്മൾ പോപ്പ് ചെയ്യുന്നത് നമ്മൾ ആരെ പുറത്താക്കും? 6നെ പുറത്താക്കും. ഓക്കെ, 6 പോയി. 6 പോയി കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 5 ആണ് അടുത്ത പാരൻറ്റ്, ഓൾറെഡി ഇവിടെ ഉണ്ട്. 5 പാരൻ്റാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 5നെ പോപ്പ് ചെയ്യുന്നു. ഓക്കെ, 5നെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് റീസ്ട്രക്ചർ ആവും. റീസ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ഈ 4 ഈ 5ൻ്റെ പാരൻ്റായി മാറും അല്ലേ. ഇപ്പം ഇത് കാണാൻ 5 ഇങ്ങനെ 4. ഓക്കെ, മേ ബി 3 2 3 1 2 അല്ലേ. ഈ ഒരു സ്ട്രക്ചറിലെത്തി. 5 ആണ് വീണ്ടും പാരൻ്റ്. ഓക്കെ, മൂന്നാമത്തിൽ നമ്മൾ വീണ്ടും പോപ്പ് ചെയ്യുമ്പം ഈ 5 പോവും. ഓക്കെ, ഈ 5 പോയി. ഓക്കെ, അടുത്ത 4 ആണ് പാരൻ്റ്. 4ത്തിൽ നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആരെത്തി? 4ന് തന്നെയാണ് വീണ്ടും ആൻസർ കിട്ടുന്നത്. അപ്പം ഈ 4ന് പോപ്പ് ചെയ്ത ആൻസറായി. ഇതാണ് നമ്മുടെ ആൻസർ, ഫോർത്ത് ഗ്രേറ്റസ്റ്റ് അല്ലേ. ഇത് നമ്മളൊന്ന് സോർട്ട് ചെയ്ത് വെച്ച് നോക്കിയേ. ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഞാൻ ഇവിടെ സോർട്ട് ചെയ്യാം. 1 എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. 2 2 എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. 3 3 പിന്നെ ഒരു 4 പിന്നെ 2 5 പിന്നെ 6 അല്ലേ. ഫോർത്ത് ഗ്രേസ്റ്റ് 1 2 3 4. നാലാമത്തത് ഇതാ 4. നമ്മുടെ ആൻസർ 4 തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതിന് ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ഇതിന് ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മൾ ആദ്യം ഈ ആരെ മൊത്തം നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. 3 തൊട്ടിട്ട് 6 വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഫസ്റ്റ് നമ്മൾ ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മൊത്തം ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ക്രിയേറ്റ് ചെയ്യാൻ അതിന് നമുക്ക് n ടൈം കോംപ്ലക്സിറ്റി. അതിനുശേഷം നമ്മളിങ്ങനെ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഓരോ തവണ നമ്മൾ k തവണ ഇത് പോപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. k = 4. k തവണ നമ്മൾ പോപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പോപ്പിനും ഹീപ്പിൽ നമുക്ക് പോപ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ log k ആണ് അതിൻ്റെ ഇത് എഫർട്ട്. log k അല്ല, ഇതിൽ ശരിക്കും n എലമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് log n ആണ്. ഓക്കെ, log n. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു 5നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 5ന് മേലേക്ക് പോകണം. ഇത് മൊത്തം റീസ്ട്രക്ചർ ചെയ്യണം. അതായത് അടുത്ത വലിയ എലമെൻ്റ് ആരാണെന്ന് വെച്ചാൽ അയാളെ മേലേക്ക് വെക്കണം, എന്നിട്ട് റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് log n എടുക്കുന്നുണ്ട്. അത് എത്ര തവണ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ k = 4 അല്ലെങ്കിൽ k ടൈംസ് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് log n ആവുന്നുണ്ട് അല്ലേ. log n ആവുന്നുണ്ട്. എത്ര തവണ നമ്മൾ ചെയ്യുന്നുണ്ട്? k ടൈംസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, k ടൈംസ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് k log n ടൈംസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു സാധനം എന്ത് ചെയ്യണം? ഒന്ന് ഇത് ചെയ്യണം. അപ്പം മൊത്തത്തിൽ n + k log n ടൈംസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി. ഇത് നേരത്തെ നമ്മൾ എക്സാമ്പിൾ ഉണ്ടായിരുന്നല്ലോ, n = 1000. അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തൊക്കെ. n = 1000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം കോംപ്ലക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രയായി? 1000 + k എത്ര? 4 log 1000 അല്ലേ. log 1000 പറഞ്ഞാൽ എത്ര? 3 അല്ലേ. അപ്പം 4 × 3 12. അപ്പം 1000 + 12, അപ്പം 1012 സെക്കൻഡ്. നേരത്തെ നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ള ആൽഗോരിതം ഓർമ്മ ഉണ്ടല്ലോ, 3000 ആയിരുന്നു വന്നിരുന്നത്, ഇപ്പം 1012 വന്നു. അപ്പം നേരത്തെ സൊല്യൂഷനേക്കാളും ബെറ്റർ സൊല്യൂഷനാണത്. ഇതിൻ്റെ മെയിൻ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ k എന്ന് പറയുന്ന ആൾ n-നേക്കാളും ഭയങ്കര ചെറുതാണെന്നുള്ളൊരു അസംഷൻ ഉണ്ട്. k is very less than n. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് k ആണെങ്കിൽ n ആക്കി എടുക്കാം. k n ആക്കി എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ആൽഗോരിതത്തിൻ്റെ അതേ കോംപ്ലക്സിറ്റി ആയി അല്ലേ. അപ്പം പക്ഷെ ആരും ഇപ്പം 1000 എലമെൻറ്റ്സ് വന്നിട്ട് ഈ 1000ൽ
തൗസൻഡ്സ് ബിഗ് ലാർജസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് റൈറ്റ്. തൗസൻഡോ അല്ലെങ്കിൽ മില്യൺ അരെ എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബില്യൺസ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബില്യൺത്ത് റാങ്കിൽ നിൽക്കുന്ന ആരാന്ന് ചോദിക്കൂല, അതിൻ്റെ പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ യൂഷ്വലി കെ എന്നിനേക്കാൾ എപ്പോഴും ചെറുതായിക്കാരം. അതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ കൊടുത്ത് നമ്മൾ നേരത്തേതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്തു അല്ലേ. നമ്മളെ സൊല്യൂഷൻ 1 ഉണ്ടായിരുന്നു എൻ ലോഗ് എൻ സൊല്യൂഷന്. ഇത് നമ്മൾ സൊല്യൂഷൻ 2 ദ എൻ പ്ലസ് കെ ലോഗ് എൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആൻസർ എന്താ? യെസ്, ഓഫ് കോഴ്സ് ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ ഇതൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ചെയ്തതിനേക്കാളും ബെറ്റർ ആക്കിയിട്ട് എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വീണ്ടും എടുക്കാം. ഇനി ഇതെങ്ങനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഒന്നുകൂടി ഇവിടെ നിന്ന് ഞാൻ സൈഡിൽ ചെറുതായിട്ട് എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ സൊല്യൂഷൻ 1 നമ്മൾ എൻ ലോഗ് എന്നിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. സൊല്യൂഷൻ 2 നമ്മൾ എൻ പ്ലസ് കെ ലോഗ് എന്നിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കെ ലോഗ് എൻ. ഓക്കെ, ഇനി നമ്മൾ സൊല്യൂഷൻ 3 ആണ് നോക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ 3. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനേക്കാൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഹീപ്പിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹീപ്പ് 2 ടൈപ്പ് ഉണ്ട് അല്ലേ, മാക്സും ഉണ്ട് മിന്നും ഉണ്ട്. നേരത്തെ നമ്മൾ സൊല്യൂഷൻ എന്താ ചെയ്തത്, മാക്സ് ഹീപ്പിലാണ് ചെയ്തത്. ഇനി നമുക്കൊരു മിൻ ഹീപ്പിൽ എങ്ങനെ ഈ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും നോക്കാം. മിൻ ഹീപ്പിൽ എന്തായാലും പറഞ്ഞിട്ടുള്ളത് റൂട്ട് നോഡ് അല്ലെങ്കിൽ പാരന്റ് നോഡ് എപ്പോഴും അതിൻ്റെ ചിൽഡ്രനേക്കാളും ചെറുതായിരിക്കും. പക്ഷേ ചെറിയൊരു എലമെൻറ്റ്സ് കിട്ടുന്നിടത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടെ ലാർജസ്റ്റ് സാധനമാണല്ലോ വേണ്ടി. അപ്പോൾ നമുക്ക് ചെറുത് വെക്കുന്നുണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹീപ്പ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ഹീപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് റാൻഡംലി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആ ഹീപ്പ് ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക കാണാനും. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ മേലത്തെ എലമെൻറ്റ്സ് എടുത്ത് ഒരു ഹീപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 മേ ബി പിന്നെ ഒരു 6. ഓക്കെ, ഈ ഒരു ഇതിലുണ്ടാവുള്ളൂ. ഇതിലിപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നേരത്തെ സെയിം ലോജിക് ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ 4 വട്ടം ഇവിടെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാലും 1 പോയി, 2 പോയി, പിന്നെ 3 കാര്യം വരിക. ബട്ട് ഇവിടെ 3 അല്ല ആൻസർ, നമ്മുടെ ആൻസർ 4 ആണ്. അപ്പോൾ ഇതെന്തായാലും ശരിയല്ല. അപ്പം ഈ അപ്രോച്ച് അല്ല ഇവിടെ വേണ്ടിയത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്ത് അപ്രോച്ച് അവിടെ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നോക്കുക, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കിവിടെ കെ = 4 തന്നിട്ടുള്ളത്. ഹീപ്പ് ഈ സെയിം നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ഇവിടെ വർക്ക് ചെയ്യില്ല. പക്ഷേ ഇതിൽ എന്തോ ഒരു മോഡിഫിക്കേഷൻ ചെയ്താൽ മതി വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെയിം ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഒന്നുകൂടി മിൻ ഹീപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ എല്ലാവരും പിടിച്ച് ആഡ് ചെയ്യാൻ പോകുന്നില്ല. കെ എത്രയാണോ തന്നെ അത്ര ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ കെ ഇവിടെ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം 3 ആണ് വരുന്നത്. ഓക്കെ, 3 വന്നു, ഞാൻ 3 ആഡ് ചെയ്തു. അടുത്തത് 2 ആണ്. ഇത് മിൻ ഹീപ്പാണ്, അപ്പോൾ പാരൻ്റ് എപ്പോഴും വലുതാണ്. അപ്പോൾ 2 എത്തി. അപ്പോൾ 3ൻ്റെ പാരൻ്റ് 2 ആയി. ഓക്കെ, അടുത്തത് 3 വന്നു. അപ്പം 2ൻ്റെ ഇത് 3 ആയി. ഇപ്പോഴും സൈസ് എത്ര, ഹീപ്പിൻ്റെ സൈസ് ഇപ്പോൾ 3 ആയിട്ടുള്ളൂ കേട്ടോ, 3 ആൾക്കാരെ ആഡ്. അടുത്ത 1 വന്ന് 2ൻ്റെ പാരൻ്റ് ആവും 1. ഓക്കെ, ഇപ്പം ഹീപ്പിൻ്റെ സൈസ് 4 ആയി. ഓക്കെ, അടുത്തത് 2 വന്ന് ഇതിൽ ആഡ് ചെയ്ത്. ഓക്കെ, 2 ഇപ്പം 1നേക്കാളും ചെറുതല്ല, അപ്പോൾ 2 ഇവിടെ വന്നു. ഇപ്പോൾ ഹീപ്പിൻ്റെ സൈസ് 5 ആയി. ഓക്കെ, 5 ആയി കഴിഞ്ഞാൽ നമ്മൾ ദൈവം മാർക്ക് ചെയ്യാം. നമ്മൾ പറയാം ഓക്കെ, കെയിനേക്കാളും വലുതായി സ്ഥിതിക്ക് നമുക്ക് അത്ര ആൾക്കാരെ ഇവിടെ വേണ്ട, നമുക്ക് 4 ആൾക്കാരെ മാത്രം മതി. അപ്പോൾ മോനെ ഒരു ആൾ പുതിയതുണ്ട്, അയാളെ പിടിച്ച് ഒഴിവാക്കിക്കോ പറയാം. ഓക്കെ, ഹീപ്പിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒരൊറ്റ ഓപ്ഷനുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പോപ്പ് ചെയ്യുമ്പോൾ ആരെ പോവുക, ഏറ്റവും മേലുള്ള ആൾ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അഗെയിൻ ഇവിടെ സെയിം പോപ്പ് ചെയ്യുന്നു, 1നെ പിടിച്ച് പുറത്താക്കുന്നു. ഓക്കെ, അപ്പോൾ 1നോട് പറയുകയാണ് 5 ആൾക്കാരെ നമുക്ക് 4 ആളെ വേണ്ടി നീ ഇവിടുന്ന് പുറത്ത് പോകാറ്. അപ്പോൾ 1നെ നമ്മൾ പിടിച്ച് പുറത്താക്കി. 1നെ പിടിച്ച് പുറത്താക്കി. അടുത്ത പാരൻ്റ് ആരാ? 2 ആണ് അടുത്ത ഏറ്റവും ചെറിയ എലമെൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ 2നെ പാരൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്തായി, 2 പാരൻ്റായി. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, വീണ്ടും ഒരു 3 ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ 2 കഴിഞ്ഞു, വീണ്ടും 3 4ലേക്ക് വരുന്നു, 4 ഇങ്ങോട്ട് വരുന്നു, 4 നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. 4നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇതിനേക്കാളൊക്കെ വലുതായതുകൊണ്ട് ഇവിടെ താഴത്ത് പോകുന്നു. 4 താഴത്ത് പോയി. ഇപ്പം എത്ര ലെങ്ത് ഉണ്ട്, ഇപ്പോഴും വീണ്ടും 5 ആൾക്കാരായി. 5 ആൾക്കാരാകുമ്പോൾ നമ്മൾ എന്ത് പറയും, ഒരാളോട് പറയും, ഒരാളുടെ മേലത്തെ ആൾ തന്നെ ഇറങ്ങിപ്പോകണം. ഓക്കെ, അപ്പം 2നെ പിടിച്ച് പുറത്താക്കണം. ഓക്കെ, സൈസ് നമ്മളെപ്പോഴും 4, നമ്മൾ പറയാം ഹീപ്പിൻ്റെ സൈസ് എപ്പോഴും 4 ആക്കിയിട്ടേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാൾ എക്സ്ട്രാ ആണ്, അയാൾ പുറത്ത് നോക്കി. അയാളെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത ചെറിയ എലമെൻ്റ് ആരാ, 2 ആണ്. ഓക്കെ, അപ്പോൾ 2 വീണ്ടും മേലേക്ക് വന്ന് ഇപ്പം ഇത് കാണാൻ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇപ്പം കാണാൻ ഇങ്ങനെ ഉണ്ടാവും, 2 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഓക്കെ, ബേസിക്കലി ടോപ്പ് എലമെൻറ്റ്സിന് ഇമ്പോർട്ടൻറ്റ്, ഈ താഴത്തെ സ്ട്രക്ചേഴ്സിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, 2 എത്തി. ഇനി നമ്മൾ വീണ്ടും അടുത്ത 5 നമ്മൾ ആഡ് ചെയ്യുന്നു. 5 ഇവിടെ വന്ന് വീണ്ടും സൈസ് കൂടി നമ്മൾ നേരത്തെ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. 2നെ പുറത്താക്കുന്നു, അടുത്ത ആൾ മേലേക്ക് കയറി വരുന്നു അല്ലേ. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹീപ്പ് ഇപ്പം എങ്ങനെ ഞാൻ ബാക്കി ഇവിടെ വരക്കാം. 3 ആണ് അടുത്ത ചെറിയ ആൾ, പിന്നെ ഒരു 3 ഉണ്ട്,
4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? വീണ്ടും ദാ അടുത്തത് 5 ആണ് ആഡ് ചെയ്ത് നമ്മൾ 5നെ ആഡ് ചെയ്ത് സൈസ് വലുതാണ്. അഗെയിൻ നമ്മൾ ഈ 3നെ പിടിച്ച് പുറത്താക്കുന്നു. 3നെ പിടിച്ച് പുറത്താക്കി അടുത്ത പാരൻ്റ് ആരാ? വീണ്ടും 3 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 4 ഇവിടെ 5 പിന്നെ വീണ്ടും ഒരു 5 ആഡ് ആയിട്ടുണ്ട് അല്ലേ? വീണ്ടും 4 ആൾക്കാരെ. ഓക്കെ, അടുത്ത ആളാരാ? 6 നമ്മളിത് ഇവിടെ ആഡ് ചെയ്യുന്നു. 6നെ ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും സൈസ് 5 ആയി. 5 നമ്മൾ പറയാം 3നോട് മോനെ ആൾ ഫുള്ളാണ് പുറത്തു പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്താക്കുന്നു. അപ്പോൾ അടുത്ത പാരൻ്റ് അടുത്ത ചെറിയ എലമെൻ്റ് ആരാ? 4. പിന്നെ ഇതിലൊരു 5 ഉണ്ട്, വീണ്ടും ഒരു 5 ഉണ്ട്, ഒരു 6 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സൈസ് കറക്റ്റാണ്. വീണ്ടും 4. ഇനി അടുത്ത എലമെൻ്റ് ആരെങ്കിലും ഉണ്ട്? ആരുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹീപ്പിലൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഉള്ള ലാസ്റ്റത്തെ ഹീപ്പ് നമ്മളെടുത്ത് ഇതാണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് 4 ആൾക്കാരേ ഉള്ളൂ. ഈ 4 ആൾക്കാരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാരാ? 4. നമ്മൾ ഇനി ഒരു പോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഹീപ്പിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ 4. ഇതിലെ ഗ്രേറ്റസ്റ്റ് ഫോർത്ത് വാല്യൂ ആരാണ്? നമ്മൾ നേരത്തെ ആൻസറിൽ 4. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. സി, അപ്പോൾ അതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താ? ഒന്നുകൂടി നോക്കി നോക്കിയേ. നമ്മളിപ്പോൾ ഈ ടൈം കോംപ്ലക്സ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സിനെയും കാണുന്നുണ്ട് അല്ലേ? എല്ലാ എലമെൻറ്റ്സിനും ഈ ഹീപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്തായാലും n ടൈംസ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര തവണ നമ്മൾ ഇതിലേക്ക് ഹീപ്പിൽ ആളെ ആഡ് ചെയ്യുന്നുണ്ട്, എത്ര തവണ നമ്മളത് പോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ മാക്സിമം നമ്മൾ ഹീപ്പിൻ്റെ സൈസ് എത്ര വരെ പോകുന്നത്? 5 വരെ പോകുന്നുള്ളൂ. 5 ആയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ പിടിച്ച് പുറത്താക്കും. മാക്സിമം k ലെങ്ത് ഈ ഹീപ്പിനുള്ളൂ അല്ലേ? 4 ആൾ മാത്രമാണ് നമ്മൾ എപ്പോഴും ഹീപ്പിലിടുന്നത്. ഓക്കെ, 4ൻ്റെ മേലെ നമ്മൾ ആരും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ ഹീപ്പ് എപ്പോഴും നമ്മൾ പോപ്പ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ ഹീപ്പ് പോപ്പ് ചെയ്യണം log n ആണ്. പക്ഷേ ഇതിൻ്റെ സൈസ് ഇത്ര k ഉള്ളൂ, ഇപ്പോഴും 4. അപ്പം ഇതിലൊരാളെ പോപ്പ് ചെയ്യണമെങ്കിൽ log k മാത്രമാണ് വരുന്നത് അല്ലേ? ആൻഡ് ഇത് നമ്മൾ എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? നമ്മളിത് ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പോപ്പും കാര്യം. അല്ലാതെ നേരത്തെ സൊല്യൂഷൻ നമ്മൾ ഈ എല്ലാ എലമെൻറ്റ്സും പോയിട്ട് എല്ലാവരും ആഡ് ചെയ്യും ആദ്യം ഹീപ്പിലേക്ക്, എന്നിട്ടാണ് ആ ഹീപ്പിൽ നിന്ന് പോപ്പ് എടുത്തത്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മളിങ്ങനെ 3, 2, 3 ഇങ്ങനെ ഓരോന്ന് എത്തുമ്പോൾ തന്നെ നമ്മൾ പോപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? സൈസ് കൂടുമ്പോൾ അപ്പം തന്നെ പോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ n പ്ലസ് അല്ല ആവുന്നത്, n മൾട്ടിപ്ലൈ ബൈ log k ടൈംസ് log k, ബേസിക്കലി n log k. അതാണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എത്രയായി? n log kയിലെത്തി. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ഒരു നമ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. n log k എന്നല്ല കിട്ടിയ. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ n ഒരു 1000 എലമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n ഇൻറ്റു log k 4 ആണ്. അപ്പം 4 log 4. ഓക്കെ, അപ്പം ഇത് ലെസ് ദാൻ 1000 log 10 ആണ് 1 അല്ലേ? log 10 എന്ന് പറഞ്ഞാൽ 1 ആണെന്നുണ്ടെങ്കിൽ log 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ബൈ 0. സംതിങ്. ഓക്കെ, 0.xyz. ഇത് ലെസ് ദാൻ 1000 ആയി വാല്യൂ അല്ലേ? വാല്യൂ ലെസ് ദാൻ 1000 ആയി. അപ്പോൾ നേരത്തെ നമ്മളെ ഫസ്റ്റത്തെ ഓരോ സൊല്യൂഷൻ നോക്കിയൊക്കെ നമ്മൾ സൊല്യൂഷൻ 1 സോർട്ട് ചെയ്തപ്പോൾ നമുക്ക് n log n കിട്ടി. n log n കിട്ടിയപ്പോൾ നേരത്തെ നമുക്ക് 3000ൻ്റെ അടുത്താണ് ആൻസർ വന്നത് അല്ലേ? 3000. പിന്നെ നമ്മൾ സൊല്യൂഷൻ 2ൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയിരുന്നത്? n പ്ലസ് k log n എന്നായിരുന്നു കിട്ടി. ഇതിന് ആൻസർ നമുക്ക് ചെയ്തപ്പോൾ 1012 എന്ന് കിട്ടി. നമ്മുടെ സൊല്യൂഷൻ 3ൽ എന്താ നമുക്ക് കിട്ടിയിരുന്നത്? n log k എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇത് ലെസ് ദാൻ 1000 ആണ് അല്ലേ? ഈ 3 സൊല്യൂഷനേക്കാളും ബെറ്റർ സൊല്യൂഷനാണ് നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയ ഇത് n log k. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്തത്? മിൻ ഹീപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബെറ്റർ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. പക്ഷേ ഇനി ഞാനൊരു ട്വിസ്റ്റ് കൂടി പറഞ്ഞുതരാം. ഇത് ഗൂഗിളിലാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇവർ വീണ്ടും ചോദിക്കും, മോനെ ഈ ആൻസർ ഇനിയും ബെറ്റർ ആക്കാൻ പറ്റുമോ? ടെക്നിക്കലി നമുക്ക് ഇനി സൊല്യൂഷൻ 3 ആണ് വേസ്റ്റ് കേസിൽ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ 3 ആണ്, n log k ആണ് ബെറ്റർ. പക്ഷേ ഇതിനേക്കാളും ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വേസ്റ്റ് കേസിൽ പറ്റില്ല, പക്ഷേ ആവറേജ് കേസ് നമുക്കറിയാലോ. നമുക്ക് ടൈം കോംപ്ലക്സിൽ 3 സാധനം ഉണ്ട്. എന്തൊക്കെയാണ്? ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വേസ്റ്റ് കേസ് അല്ലേ? വേസ്റ്റ് കേസ്. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സൊല്യൂഷനും ആവറേജ് കേസും വേസ്റ്റ് കേസും ഈ പറഞ്ഞിരിക്കുന്നത് n log n അല്ലെങ്കിൽ n പ്ലസ് k log n അല്ലെങ്കിൽ n log k. ഓക്കെ, ഇതൊക്കെയാണ്. പക്ഷേ വേറൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിൽ നമുക്ക് ആവറേജ് കേസ് ഓഫ് n ആക്കാൻ പറ്റും. ഓക്കെ, വേസ്റ്റ് കേസ് ഓഫ് n സ്ക്വയറും. ഓക്കെ, ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നല്ല കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഇതിൻ്റെ വേസ്റ്റ് കേസ് n സ്ക്വയർ ആണ്. അതായത് ഇതിനേക്കാളും മോശപ്പെട്ട സൊല്യൂഷനാണ് വേസ്റ്റ് കേസിൽ. പക്ഷേ ആവറേജ് കേസ് ഓഫ് n ആവും. എന്തുകൊണ്ട് ആവറേജ് കേസ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആവറേജ് കേസിലേക്കാരും കൂടുതൽ യൂസബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ യൂസേഴ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു നമ്പേഴ്സിൻ്റെ നമുക്ക് പറയാം ഒരു 1000 കണക്ക് നമ്പർ തരാം. അതിൽ ആവറേജ് കേസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൽ ടോപ്പ്
500 ആണ് ചോദിക്കുന്നത്. ടോപ്പ് 500 എലമെൻറ്റ്സേ ചോദിക്കുന്നുള്ളൂ. ഇതാണ് എപ്പോഴും ആവറേജ്. ഈ 500ൻ്റെ അടിക്ക് പോയി കഴിഞ്ഞാൽ n സ്ക്വയർ ആവും. മീൻസ് ഇപ്പോൾ ടോപ്പ് 600 ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം വേസ്റ്റ് കേസ് ആവും. അപ്പോൾ അല്ല, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ 90% ആൾക്കാരും ഒരു 500ൻ്റെ ഉള്ളിലാണ് ചോദിക്കുന്നതെന്നാണ് അസംഷൻ എന്നുണ്ടെങ്കിൽ ഈ സൊല്യൂഷനാവും ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ OFNലുള്ള ആവറേജ് കേസ് സൊല്യൂഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് അയച്ചുതരാം. ആൻഡ് അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഭയങ്കര കൺഫ്യൂസിങ് ആവും, കാരണം അത് സിമിലർ ടു ക്വിക്ക് സെലക്ട് ആണ്. ഓക്കെ, ക്വിക്ക് സെലക്ട് അല്ലെങ്കിൽ ക്വിക്ക് സോർട്ട് ആൽഗോരിതം ഇതൊന്ന് നോക്കുക. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു മാക്സ് ഹീപ്പിനും മിൻ ഹീപ്പിനും കോഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സ് ഹീപ്പിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ മാക്സ് ഹീപ്പിൻ്റെ സൊല്യൂഷന് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര വരുന്നത്? n+k log n. ഈ ഒരു ടൈം കോംപ്ലക്സിലായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് നോക്കാം, റൺ ചെയ്ത് നമുക്ക് 2 കോഡും ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹീപ്പ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ഹീപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ i in range of length of തന്നിരിക്കുന്ന അറേൻ്റെ എല്ലാ റേഞ്ചിലൂടെ നമ്മൾ പോവുക. എന്നിട്ട് നമ്മൾ അതിനെ ഇതാക്കുക. പക്ഷേ ഈ പൈത്തണിലൊരു ഇതുണ്ട്, എന്ത്, ഒരൊറ്റ ഹീപ്പേ ഉള്ളൂ പൈത്തണിൽ. ബേസിക്കലി പൈത്തണിൽ മിൻ ഹീപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പൈത്തൺ ലാംഗ്വേജ് അറിയുന്നവർക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണോ ഹീപ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. പൈത്തണിൽ നിങ്ങൾക്കറിയാം, പൈത്തൺ ഓൺലി ഹാസ് മിൻ ഹീപ്പ്. ഓക്കെ, പൈത്തണിൽ മിൻ ഹീപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സാധനം മിൻ ഹീപ്പ് ആക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്താ അറിയോ? നമുക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സിനൊക്കെ നെഗറ്റീവ് നമ്പർ ആക്കുക. ഓക്കെ, നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കിയുള്ള ഗുണം എന്താ? ഇപ്പം നമുക്കുള്ള നമ്പർ ഇങ്ങനെ 1, 2, 3, 4 എന്നാണെന്നുണ്ടെങ്കിൽ ഇത് മിൻ ഹീപ്പിലിടുമ്പം എപ്പോഴും 1 ആണ് മേലെ, 2 അതിൻ്റെ താഴെ, 3 അതിൻ്റെ താഴെ, 4 അതിൻ്റെ താഴെ, അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് മാക്സ് ഹീപ്പ് ആക്കണമെങ്കിൽ 4 ആണ് മേലെ വരേണ്ടത്. 4 മേലെ വരെ എന്ത് ചെയ്യുക? നമുക്ക് ഇതിനൊക്കെ നെഗറ്റീവ് ആക്കുക അല്ലേ? ഇതിനൊക്കെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആരാ ഏറ്റവും ചെറിയ നമ്പർ? -4 ആണ് ഏറ്റവും ചെറുത്. അപ്പം -4 ഒക്കെ ഏറ്റവും മേലെ വരിക. അതിൻ്റെ താഴെ -3 ഉള്ളൂ, കാരണം -3 വലുതാണ്. -2 അതിനേക്കാളും വലുത്, അപ്പോൾ വീണ്ടും താഴെ. അപ്പോൾ നമ്മൾ മാക്സ് ഹീപ്പായി. മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു നെഗറ്റീവ് സെൻസിൽ അതിനെ മാക്സ് ഹീപ്പ് ആക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ നംസ് ഓഫ് ഈ നമ്പേഴ്സിനൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിനൊക്കെ നെഗറ്റീവ് ആക്കാൻ പോകും. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ സെയിം സാധനം നംസ് ഓഫ് ആ സെയിം നമ്പേഴ്സിനെ അതിൻ്റെ നെഗറ്റീവ് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതാ. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇതിനൊക്കെ ഹീപ്പ് ചെയ്യാം. ഹീപ്പിഫൈ ചെയ്യാൻ പൈത്തണിൽ സിമ്പിൾ ഒരു ലൈബ്രറി ഉണ്ട്, ഹീപ്പ് ക്യൂ പറഞ്ഞിട്ട്. ഹീപ്പ് ക്യൂവിൽ പോയിട്ട് ഹീപ്പിഫൈ എന്നുള്ളൊരു ഫംഗ്ഷനെ വിളിച്ചാണ്ട് ആ ഒരു അരനെ വിളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ ഹീപ്പായി. ഇപ്പോൾ എല്ലാവരും ഹീപ്പിലായി. ഇപ്പോൾ ടോപ്പിലുള്ള എലമെൻ്റ് ആരാണ്? ഏറ്റവും വലിയ എലമെൻറ്റ്. അത് നെഗറ്റീവിലേക്കാരും. ഇപ്പം ഇവിടുത്തെ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ -6 ഏക്കാരും ഏറ്റവും മേലുള്ള. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇവരെല്ലാവരെയും k തവണ നമ്മൾ പോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ k തവണ പോപ്പ് ചെയ്യുന്നതിന് പകരം k-1 തവണ പോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റത്തെ പോപ്പ് ഞാൻ റിട്ടേണിൽ ഇടാൻ പോകണം. ഓക്കെ, ഫംഗ്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്കൊന്നും വേണ്ട, ഇവിടെ നിന്നൊന്നും ഈ ഇൻഡെക്സിനൊന്നും ആവശ്യമില്ല. ഓക്കെ, റേഞ്ച് k-1. എന്താ പറഞ്ഞാൽ k-1 തവണ അതിന് വെറുതെ പോപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ പോപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഈ പോപ്പ് കൊടുക്കുക, ആ അരൻ്റെ പേര് നംസ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ മേലത്തെ ആൾ. ഇപ്പം കേസിക്കൽ 4 ആണ്, ഇവിടെ 3 തവണ അയാളെ പുറത്താക്കും. 3 തവണ പുറത്താക്കിയതിന് ശേഷം ലാസ്റ്റത്തെ ആളെ മാത്രം നമുക്ക് വേണ്ടിയത് അല്ലേ? ലാസ്റ്റത്തെ ആളാരാ? ഹീപ്പ് ക്യൂ ഡോട്ട് ഹീപ്പ് പോപ്പ്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ആൻസർ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ മേലല്ലാതെ നെഗറ്റീവ് ആക്കിയതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്ന ആളെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കണമെങ്കിൽ വീണ്ടും ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ റൺ ചെയ്യാം. യെസ്, ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തു. നമ്മളെ സൊല്യൂഷൻ ബീറ്റ്സ് 25.82%. ഇത് സ്ലോ ആണ്. 25.82% ഇത് പെർഫോമൻസ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മാക്സ് ഹീപ്പ് മാറ്റിയിട്ട് നമുക്ക് ഒരു ബെറ്റർ സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, മിൻ ഹീപ്പ് സൊല്യൂഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? n log k അല്ലേ? n log k ആണ് മിൻ ഹീപ്പിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത്. ഡെഫിനറ്റ്ലി താഴത്ത് എഴുതിയ അൽഗോരിതത്തിനേക്കാളും ബെറ്റർ ആയിക്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു ഹീപ്പ് വേണം. ഹീപ്പിനെയാണ് മിൻ ഹീപ്പ് എന്നുള്ള പേരിടാം. ഓക്കെ, മിൻ ഹീപ്പ് ഒരു അര ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു അര, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആളെ ആഡ് ചെയ്യണം. ആളെ ആഡ് ചെയ്യാൻ എന്താ? ഫോർ n in nums. ഈ നംസിലുള്ള ഓരോ എലമെൻറ്റ്സിനെ ഞാൻ നോക്കുന്നു. ഓക്കെ, ഇതിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഇതിൻ്റെ ലെങ്ത്തിനെ നമ്മൾ സ്ട്രിക്റ്റ് ചെയ്യുക. അതായത് ഈ ഹീപ്പിന് ഒരിക്കലും k-നേക്കാളും വലുതാവാൻ പാടില്ല. അപ്പം ഇഫ് ലെങ്ത് ഓഫ് ഹീപ്പ്, ഓക്കെ, മിൻ ഹീപ്പിൻ്റെ ലെങ്ത്ത് ചെറുതായിരിക്കണം. ഇഫ് ലെങ്ത് ഓഫ് ഇസ് ലെസ് ദാൻ k-നേക്കാളും ചെറുതാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ അവനെ ഇതിലേക്ക് പുഷ് ചെയ്താൽ മതി. ഓക്കെ, പുഷ് ചെയ്യണം എന്താ വേണ്ടത്? ഹീപ്പ് ക്യൂ ഡോട്ട് നമ്മൾ ഉണ്ടാക്കിയ മിൻ ഹീപ്പിലേക്ക് n-നെ പുഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
എൽസ് അതായത് എല്ലാ മിൻ ഹീപ്പിൻ്റെ സൈസ് ഇപ്പോൾ കെയിനേക്കാളും വലുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അവനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഒരാളെ പുറത്താക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീപ്പ് പുഷ് എന്നിടാം, പിന്നെ രണ്ടാമത്തെ ലൈനിൽ ഹീപ്പ് ക്യൂ ഡോട്ട് ഹീപ്പ് പോപ്പ് എന്നിടാം. പക്ഷേ പൈത്തണിൽ രണ്ടും പാടെ ഒരുമിച്ച് ചെയ്യുന്ന സാധനമുണ്ട്, ഹീപ്പ് പുഷ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, ഇത് ഒരുമിച്ച് തന്നെ ആളെ ആഡ് ചെയ്യുകയും ചെയ്യും, അതേ സമയത്ത് അയാളെ പുറത്താക്കും, അടുത്ത ആളെ പുറത്താക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹീപ്പിൽ ഏറ്റവും ലാസ്റ്റ് എത്ര കെ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ മിൻ ഹീപ്പിൻ്റെ ഏറ്റവും ടോപ്പ് എലമെൻറ്റ് 0th പൊസിഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും 0th പൊസിഷനിലുള്ള ആളെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. നേരത്തെ കേസ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, 25% ഉള്ളായിരുന്നു അതിൻ്റെ റൺ ടൈം. ഇതിൻ്റെ എത്ര ഉണ്ട് നോക്കാം, എത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നോക്കാം. 70.73. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ നമ്മൾ ഇവിടെ ബാക്കിൽ 25 ഇപ്പോൾ 70, ഓൾമോസ്റ്റ് 3 ടൈംസ് നമ്മൾ ബെറ്റർ ആക്കിയിട്ടുണ്ട് നമ്മൾ സൊല്യൂഷൻ. അപ്പം ഇതാണ് ഇന്നത്തെ സൊല്യൂഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.